കിമി ആന്റണലി വിൻസ് ദി ബെൽജിയൻ ഗ്രാൻഡ് പ്രീ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കിമി ആന്റണലി ബെൽജിയൻ ഗ്രാൻഡ് പ്രീ വിൻ ചെയ്യുവാണെങ്കിൽ കുറേ റെക്കോർഡ്സ് ഒക്കെ ബ്രേക്ക് ചെയ്യുമെന്നുള്ളത്. സോ കഴിഞ്ഞ കുറച്ച് റേസസ് ആയിട്ട് കുറച്ച് അൺലക്കിനെസ് ഉണ്ടായതുകൊണ്ട് കിമി ആന്റണലി റേസസ് ഒന്നും ജയിക്കാൻ കഴിയാതിരിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീയിലാണെങ്കിൽ ഫ്രണ്ട് വിങ്ങിന് ഇഷ്യൂ വന്നതുകൊണ്ട് പൊസിഷൻ ലോസ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാരിസൺ ആയിട്ട് മെഴ്സിഡസിൽ കിമി ആന്റണലിയുടെ ടീംമേറ്റ് ആയിട്ടുള്ള ജോർജ് റസലിൻ്റെ കാര്യം എടുക്കാം. ജോർജ് റസൽ ഫോർമുല 1 വന്നിട്ട് പുള്ളിയുടെ എൻ്റെ കരിയറിൽ 7 ഗ്രാൻഡ് പ്രീസ് വിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കിമി ആന്റണലി കഴിഞ്ഞ വർഷമാണ് ഫോർമുല 1 വന്നത്. കിമി ആന്റണലിയുടെ സെക്കൻഡ് സീസൺ ആയപ്പം തന്നെ 6 റേസ് ഓൾറെഡി വിൻ ചെയ്ത് കഴിഞ്ഞു. അത് മാത്രമല്ല മെക്ലാരനിലെ ഓസ്കർ പിയസ്ട്രിയുടെ റേസ് വിൻ വിക്ടറിയും കിമി ആന്റണലി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വെറുതെ അല്ല മെഴ്സിഡസിൻ്റെ ടീം പ്രിൻസിപ്പൾ ടോട്ടോ വോൾഫ് പറയുന്നത് ഈ ഒരു ടീം കിമി ആന്റണലിയും ജോർജ് റസലും ഉള്ള ഈ ഒരു ടീം പെർഫെക്റ്റ് ആണ്, ഇതിലിനി ഒരു ചേഞ്ച് കൊണ്ടുവരില്ല എന്നാണ് പറയുന്നത്. മാക്സ് വെർസ്റ്റാപ്പൻ മെഴ്സിഡസിൽ ജോയിൻ ചെയ്യുന്നതൊക്കെ റൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് ടോട്ടോ വോൾഫ് പറഞ്ഞത് ദിസ് ഇസ് എ പെർഫെക്റ്റ് ടീം എന്ന്. അപ്പോൾ വെറുതെ അല്ല ടോട്ടോ വോൾഫ് ട്രസ്റ്റ് ഇൻ കിമി ആന്റണലി. അപ്പോൾ കിമി ആന്റണലി അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനോടെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വേറൊരു ഡ്രൈവറാണ് റെഡ് ബുള്ളിന്റെ ഐസക് ഹഡ്ജാർ ഈ സീസണിലാണ് റെഡ് ബുള്ളിലേക്ക് മാക്സ് വെർസ്റ്റാപ്പന്റെ ടീംമേറ്റ് ആയിട്ട് വരുന്നത്. നേരത്തെ കഴിഞ്ഞ സീസണിൽ റേസിംഗ് ബുൾസിലായിരുന്നു. അപ്പോൾ ഹഡ്ജർ ആക്ച്വലി ഒരു റെഡ് ബുള്ളിന്റെ സ്കൗട്ടാണ്. റെഡ് ബുള്ള് സ്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡ്രൈവറാണ്. പുള്ളി ഒരു ഫ്രഞ്ച് പ്രോഡിജി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നലെ ബെൽജിയൻ ഗ്രാൻഡ് പ്രീയിൽ ഓൾറെഡി ഐസക് ഹഡ്ജറിന് ഒരു ഗ്രിഡ് പെനാൽറ്റി ഉണ്ട്. കാരണം ഓൾറെഡി 5 തവണ എഞ്ചിൻ അപ്ഗ്രേഡ്സ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഐസക് ഹഡ്ജാർ ഇപ്പം ക്വാളിഫൈഡ്സിൽ ഇപ്പം ടോപ്പിൽ പോൾ പൊസിഷനിൽ വന്നാൽ പോലും റേസിന് ലാസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാരണം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ക്വാളിഫൈഡ്സിൽ ഐസക് ഹഡ്ജാർ മാക്സ് വെർസ്റ്റാപ്പനെ ടോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോഡൈനാമിക്സ് ആണ് സംഭവം. ഇത്രേ ഉള്ളൂ. ട്രാക്കിലായിരിക്കും ക്വാളിഫൈഡ്സിൻ്റെ ഇടയിൽ ഹഡ്ജാർ മുമ്പിൽ പോകും. അപ്പോൾ ഒരു സിമ്പിൾ ഫിസിക്സിൻ്റെ ഒരു ലോ അറിയാലോ, എന്തൊരു ഒബ്ജക്റ്റും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള എയർ ഡിസ്പേഴ്സ് ആവും എന്ന് പറഞ്ഞാൽ അത് പോകുന്നതിൻ്റെ ആ ഒരു പാതിൽ അവിടെ ഒരു വോയിഡാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സെയിം ആപ്ലിക്കേഷൻ ഇവിടെ സംഭവിക്കും. ഹഡ്ജറാണ് മുമ്പിൽ പോകുന്നത്, തൊട്ട് പുറകിൽ മാക്സ് വെർസ്റ്റാപ്പനും പോകും. ഹഡ്ജർ പോകുന്ന ഒരു പാതിൽ അവിടെ ഒരു വോയിഡ് ക്രിയേറ്റ് ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എയർ റെസിസ്റ്റൻസ് കുറവായിരിക്കും, ലോ പ്രഷർ സോൺ ആയിരിക്കും. അപ്പം ഹഡ്ജറിൻ്റെ പുറയിൽ വരുന്ന കാറിന് എയർ റെസിസ്റ്റൻസ് കുറവായിരിക്കും, അതായത് ഡ്രാഗ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറകെ വരുന്ന കാറിന് ഒത്തിരി ഡിപ്ലോയ്മെൻറ്റിൻ്റെ ആവശ്യം വരത്തില്ല, ഒത്തിരി എനർജി യൂസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സ് വെർസ്റ്റാപ്പൻ ഹഡ്ജറിനെ ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ ഹഡ്ജർ മാക്സ് വെർസ്റ്റാപ്പനെ ടോ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാക്സിൻ്റെ കാറിന് കൂടുതൽ എനർജി കൺസർവ് ചെയ്യാൻ പറ്റും. അത് ചെയ്തതുകൊണ്ടാണ് മാക്സ് വെർസ്റ്റാപ്പന് ക്വാളിഫയേഴ്സിൽ അത്ര നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിലൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് റെഡ് ബുള്ളിൽ സെക്കൻഡ് ഡ്രൈവർ കേഴ്സ് ഉണ്ട്. അതായത് മാക്സ് വെർസ്റ്റാപ്പന് ടീംമേറ്റ് ആയിട്ട് വേറെ ഏത് ഡ്രൈവർ വന്നാലും അവരുടെ കരിയർ റൂയിനായി പോകും. സെർജിയോ പേരസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലിയാം ലോസൺ ഉണ്ടായിരുന്നു. ലിയാം ലോസൺ സീസണിന്റെ പകുതിക്ക് പോയി. സോ ഐസക് ഹഡ്ജാർ റെഡ് ബുള്ളിന്റെ സെക്കൻഡ് ഡ്രൈവർ കേഴ്സ് ലിഫ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യും.